ത്രിയേക ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് ധ്യാനിക്കാം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 44 മുതൽ 62 വരെയുള്ള വാക്യങ്ങൾ. വിഖ്യാത എഴുത്തുകാരനായ ഹെർമൻ ഹെസ്സയുടെ സിദ്ധാർത്ഥ എന്ന നോവലിൽ കഥാനായകൻ ഇപ്രകാരം പറയുന്നുണ്ട്. തൻ്റെ ജീവിതത്തിലെ എന്താണ് മൂല്യം, എന്താണ് മൂലധനമെന്ന് പറയുന്നുണ്ട്. കാമസ്വാമിയുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയുന്നതാണ് ഐ ക്യാൻ പ്രേ, ഐ ക്യാൻ വെയിറ്റ് ആൻഡ് ഐ ക്യാൻ ഫാസ്റ്റ്. ഈ നോമ്പിൻ്റെ ദിനങ്ങളിൽ നാം ഒരു യാത്രയിലാണ്. ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിനോട് ചേർന്നുള്ള പുനരുദ്ധാനത്തിന് സാക്ഷികളാകാനുള്ള ഈ യാത്രയിൽ പ്രധാനമായിട്ടും ഇന്ന് ചിന്തിക്കുന്ന വേദവാന ഭാഗത്തിൽ 3 പ്രധാന ചിന്തകളാണ് അടങ്ങിയിരിക്കുന്നത്. ക്രിസ്തു തൻ്റെ കഷ്ടാനുഭവത്തെക്കുറിച്ച് ശിഷ്യന്മാരോട് പറയുന്നു. അബൌട്ട് ഹിസ് സഫറിങ് വേഴ്സസ് 44-45. രണ്ടാമതായി ശിഷ്യന്മാരുടെ ഇടയിൽ ഒരു തർക്കമുണ്ടാകുകയാണ്. ആരാണ് അവരുടെ ഇടയിൽ വലിയവനെന്ന്. നിത്യജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന പ്രധാനമായൊരു ചോദ്യം തന്നെയാണ് ഹു ഈസ് ഗ്രേറ്റർ എമംഗ് ദം. 46 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ. മൂന്നാമതായിട്ട് നീ എവിടെ പോയാലും ഗുരുവെ ഞാൻ നിന്നെ അനുഗമിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഒരു മനുഷ്യനെ കാണുകയാണ് ഇവിടെ. മാസ്റ്റർ, വേർ എവർ യു ഗോ ഐ വിൽ ഫോളോ യു. അങ്ങനെ പേര് പറയാത്ത 3 യൗവനക്കാരിലൂടെയാണ് ഈ അവസാന ഭാഗം നമ്മളെ ധ്യാനത്തിലേക്ക് നയിക്കുന്നത്. കേവല ജീവിതചക്രങ്ങളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും ഒരു കല്ലേറു ദൂരം മുന്നോട്ട് പോകുവാനുള്ള ആഹ്വാനമാണ് ക്രിസ്തു തൻ്റെ കഷ്ടാനുഭവത്തെപ്പറ്റി മുന്നമേ ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്തുന്ന ഈ ഭാഗം. അനന്തമായ ചില തർക്കങ്ങൾക്ക് നിത്യമായി വിരാമം ഇടുവാൻ തക്കവണ്ണം ഗുരു അവലംബിക്കുന്ന മാർഗം ലോകമുള്ള കാലത്തോളവും പ്രകീർത്തിക്കപ്പെടും. കാരണം അവൻ ഹൃദയവിചാരങ്ങളെ നിരൂപണങ്ങളെയൊക്കെ അറിയുന്നവനാണ്. ശിഷ്യത്വത്തിൻ്റെ യഥാർത്ഥമായ ഭാവം നൈർമല്യമാണെന്നും ആ നൈർമല്യത്തെ പുൽകുവാൻ തക്കവണ്ണം ശിശുമാനസത്തോളവും താഴ്മപ്പെടുവാനുമുള്ള നിത്യമായൊരു സന്ദേശമാണ് രണ്ടാമതായിട്ട് ഒരു ശിശുവിനെ നടുവിൽ നിർത്തി ക്രിസ്തു ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുക്കുന്നത്. ബി ഹംബിൾ ബിഫോർ ഗോഡ് ആൻഡ് ദ നേച്ചർ. ദൈവത്തോടും സർവ്വചരാചരങ്ങളോടും അലിവുള്ളവരായി ജീവിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഈ ചിന്ത. അനുകൂലമായും പ്രതികൂലവുമായ ചിന്താധാരകളുടെ മധ്യേ വല്ലാതെ നാം പലപ്പോഴും വീർപ്പുമുട്ടാറുണ്ട്. അനുകൂലിക്കുന്നവർ പ്രീതിക്കും വിചാരധാരകൾ പൊരുത്തപ്പെടാതെ വരുമ്പോൾ വ്യക്തികളല്ല, ആ ആശയങ്ങളിലാണ് വൈരുദ്ധ്യമെന്ന് മനസ്സിലാക്കുവാൻ ചിലപ്പോഴൊക്കെ കുറച്ചുകൂടി നാം വിശാല മനസ്കരാകേണ്ടിയിരിക്കുന്നു. വൈരുദ്ധ്യമായ വിചാരങ്ങളെ തള്ളിക്കളയുവാനും അതിലെ നന്മ അനർഘനിർഗളം പ്രവഹിക്കുവാനുമുള്ള ഇവിടെ ഒരിക്കലും ഗുരു ഇവിടെ പ്രതിബന്ധമാകുന്നില്ല. ഈ നോമ്പിലെ ഏറ്റവും ശ്രേഷ്ഠമായ ചിന്ത ഇത് തന്നെയാണ്. ചില പ്രത്യയശാസ്ത്രങ്ങളിലെ ബോധ്യം, കൺവിക്ഷൻസ്, ചടുലമായ ചില തീരുമാനങ്ങൾ എടുക്കുവാൻ തക്കവണ്ണം നമ്മെ പലപ്പോഴും പ്രേരിപ്പിക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരാളാവാം ക്രിസ്തുവിനോട് അങ്ങോട്ട് ചെന്ന് പറയുകയാണ്, ഗുരുവേ ഞാൻ നിന്നെ അനുഗമിക്കാമെന്ന് പറയുന്നത്. മാസ്റ്റർ, വേർ എവർ യു ഗോ ഐ വിൽ ഫോളോ യു. ജീവിതത്തിൻ്റെ ക്ഷണികതയെ നഷ്ടമാക്കുന്ന വന്നുകൂടുന്ന അസ്വസ്ഥതകളെ ഒക്കെ ചൂണ്ടിയാണ് ക്രിസ്തു പറയുന്നത്. 9-ാം അധ്യായത്തിൻ്റെ 58-ാമത്തെ വാക്യം. കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പർവ്വജാതിക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രനോ തലചായ്ക്കാൻ സ്ഥലമില്ല എന്ന്. ഒരുപക്ഷെ ഈ ഉത്തരത്തിൽ ഈ ഒരുവൻ പതറിപ്പോയിരിക്കാം. ഈ ഒരുവൻ പലപ്പോഴും നമ്മൾ തന്നെയാവാം. മൂന്നാമതായിട്ട് തൻ്റെ നിലപാടുകളിലെ ചടുലമായ പ്രതികരണങ്ങളിൽ ചിലപ്പോഴൊക്കെ നാം വല്ലാതെ സ്വാധീനിക്കപ്പെടാറുണ്ട്. വിചാരിക്കും അവർ നമ്മോട് ചേർന്ന് നിൽക്കുമെന്ന്. അതാണ് മൂന്നാമത് കാണുന്ന വ്യക്തി. എന്നെ അനുഗമിക്കുമെന്ന് ക്രിസ്തു അവനോട് പറയുകയാണ്. 9-ാം അധ്യായത്തിൻ്റെ 59-ാമത്തെ വാക്യം. എന്നാൽ ഗൃഹസ്ഥാശ്രമത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്നും വിമുക്തനാകാത്ത ഈ മനുഷ്യൻ, ഈ വേറൊരുവൻ, നാം അല്ലാതെ അവനെ പഴിക്കാറുണ്ടോ? ദൈവരാജ്യ മർമ്മങ്ങളെ വ്യാഖ്യാനിക്കുവാൻ, മൃതമായ മാനസങ്ങളെ നിത്യജീവിതത്തിലേക്ക് നയിക്കുവാൻ തക്കവണ്ണമുള്ള ഉത്തരമാണ് ക്രിസ്തു കൊടുക്കുന്നത്. മരിച്ചവരെ അടക്കട്ടെ, നീയോ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക എന്ന്. 9-ാം അധ്യായത്തിൻ്റെ 60-ാമത്തെ വാക്യം. ചില അനുവാദങ്ങൾ, ചില ബന്ധങ്ങൾ സ്വപ്നം കാണുന്ന വഴികളിലൂടെ ഗമിക്കുവാൻ നമ്മെ അനുവദിക്കുന്നില്ല. യാത്ര പറയുവാനുള്ള അനുവാദം മാത്രമേ ഈ മൂന്നാമത്തെ മനുഷ്യൻ ചോദിക്കുന്നുള്ളൂ. പക്ഷേ ഇനിയും അവനെ വല്ലപ്പോഴും നമ്മൾ പഴിക്കാറുണ്ടോ? ഇനിയും കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല എന്ന് ക്രിസ്തു ഇവിടെ ഉത്തരം കൊടുക്കുകയാണ്. കുലീനമായ ഈ ക്രിസ്തു പാഠങ്ങൾ നമ്മെ അനുതാപത്തിലേക്കും അനുദിന ജീവിതത്തിലെ സാഹചര്യങ്ങളെ വീണ്ടും നിർമ്മല മനസ്സോടെ കാണുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ആദ്യമേ ഓർപ്പിച്ച ഹെർമൻ ഹെസ്സയുടെ ചിന്തകളാണ് ഈ നോമ്പുകാലത്തിൽ
ഈ ചിന്ത കഥാകാരൻ പറയുന്നത് പോലെ ഐ ക്യാൻ പ്രേ, ഐ ക്യാൻ ഫാസ്റ്റ്, ഐ ക്യാൻ വെയിറ്റ് ടു സീ ദ ഗ്ലോറി ഓഫ് ദ ഗോഡ്. അതിന് ദൈവം തമ്പുരാൻ ഞങ്ങൾ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.